ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്. നമ്മളെ ഫ്രൂട്ട്സ് ചെടികളെ ഇഷ്ടപ്പെട്ട് അതിനെ വളരെ ആത്മാർത്ഥതയോടെ വളർത്തുന്ന നമ്മളൊരു ആത്മാർത്ഥ സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. ഇവന് ഫ്രൂട്ട്സ് ചെടികൾ വീട്ടിൽ വളർത്തുകയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു അടിപൊളി മനുഷ്യനാണ് നമ്മളെ ഷക്കീർ. അപ്പോൾ അവൻ്റെ വീട്ടിൽ നമ്മളൊരു വെറൈറ്റി ഫ്രൂട്ട്സ് കാഴ്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മൾ ഗണപതി നാരങ്ങ എന്നാണ് അതിൻ്റെ പേര്. സ്വീറ്റ് ഗണപതി നാരങ്ങ എന്നാണ് അതിന്റെ പേര്. സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു നാരങ്ങ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ പറയുന്ന ഫ്രൂട്ട്സ് വെക്കുന്ന നഴ്സറികളിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ചെടികള് പലരും ഉണ്ടെന്ന് പറയുമെങ്കിലും കാഴ്ചയിട്ട് നമ്മൾ ഇതുവരെ തീരെയും കണ്ടിട്ടില്ല. അപ്പൊ ഷക്കീറിന്റെ വീട്ടില് ഈ ഒരു നാരങ്ങ വളരെ രസകരമായിട്ട് നോക്കി വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം നമ്മള് ഇതിപ്പോ ഈ അങ്ങോട്ട് ഭാഷ ഇത് കാണിച്ചോളൂ. അല്ലേ ഏകദേശം ഒരു കിലോ ഉണ്ടാവും. 1 കിലോന് മേലുണ്ട്. 1 കിലോന് 1 കിലോന് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചതാ ഓർമ്മല്ലേ. വലുപ്പത്തില് വരുന്ന ഗണപതി നാരകം എന്നാണ് ഇതിന് പറയുന്നത്. ചെക്കിരപ്പ് ഇത് ഏകദേശം എത്ര വർഷം ഉണ്ടാവും ഈ ചെടി? 1.5 വർഷമായി. ഇതിങ്ങനെ ഉണ്ടായിട്ട് സീസണില് 2 പ്രാവശ്യമാണ് ഉണ്ടാവും. പിന്നെ വേറെ ഫ്രൂട്ട് വലുതാവോ? ഇല്ല, മാക്സിമം ഇതാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് പൊട്ടിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഇങ്ങനത്തെ ഒരു നാരങ്ങ കാണുന്നത്. ഈ സംഭവം ഇത് ടേസ്റ്റ് നമ്മളിത് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പൊ ഇവനില്ലേ ഇപ്പൊ ഇത് ഏകദേശം ഈ 1.5 വർഷമല്ലേ ഇപ്പൊ ഈ ചെടി? ഇത് എവിടുന്ന് വാങ്ങിച്ച്? ഇത് നമ്മള് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. അത് ഒറ്റ പീസ് ഉണ്ടായിരുന്നു. അവന്റെ ഇല്ല കയ്യില്, ഇപ്പൊ എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഈ സാധനം. ഈ ശരിക്കും ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് തൈ ഇപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി? നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷക്കീർ ഇതേപോലെ ഡ്രമ്മിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ ഇതിപ്പോ നമുക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് നമ്മളെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും തെളിവ് അവന്റെ വീട്ടിൽ തന്നെ അവൻ വളർത്തി വലുതാക്കി 1.5 വർഷം കൊണ്ട് കാഴ്ച നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചെറിയൊരു സ്ഥലത്താണെങ്കിലും ഒരുപാട് ഫല വൃക്ഷങ്ങൾ ഇവിടെ ഷക്കീർ നട്ടു വളർത്തിയിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് വെറൈറ്റി ഏത് നഴ്സറി പോയാലും ഏത് യൂട്യൂബ് വീഡിയോയിലാണെങ്കിലും ഏത് രീതിയിലും ഒരു വെറൈറ്റി ഒരു ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും അവനിവിടെ എത്തിച്ചിട്ട് അത് വളർത്തി ഇതേപോലെ ഫ്രൂട്ട്സ് കായ്പിക്കുന്ന ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് പൊട്ടിക്കല്ലേ പോണത് ഒന്നാണില്ലേ? അപ്പൊ നിങ്ങൾ ഇതിന്റെ വലിപ്പം നോക്കി നോക്കി. ഏകദേശം എന്റെ കയ്യിൽ ഒതുങ്ങണില്ല. 1 കിലോന് മുകളിലുണ്ട് നമ്മൾ ഈ നാരങ്ങ. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇനി കഴിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാം. ഈ ഫ്രൂട്ട് വരുന്നത് ഇങ്ങനെ പൊള്ളല്ല, ഇതിന്റെ ഉള്ളിലല്ല ആ കഴമ്പ് ഫ്രഷ് അല്ല ഇതിൽ കഴിക്കുന്നത്. അതിനും ഈ കവറിന്റെ താഴെ വൈറ്റ് കോട്ടിങ് വരുന്നില്ലേ, അതാണ്. അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ക്രിപ്സി ആയിട്ട് നമുക്ക് ആപ്പിളൊക്കെ കഴിക്കണ പോലെ കഴിക്കും. അമരില്ല, നമ്മളെ ബബ്ലൂസ് പോലെ അമരൊന്നുമില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. മുറിക്കും ആണോ? ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ ചെടി ഇങ്ങനെയാണ് ഇതിന്റെ ബബ്ലൂസ് നാരങ്ങ പോലെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഉൾഭാഗം കാണുന്നത്. ഷക്കീർ ഇപ്പൊ നേരത്തെ പറഞ്ഞ വെച്ചാൽ ഈ വൈറ്റ് ഭാഗല്ലേ, അതാണ് ഈ വൈറ്റ് ഭാഗമാണ് ഇതിന്റെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവാന്നാണ് പറയണത്. എന്തായാലും ഷക്കീർ ഒരു കഷ്ണം മുറിച്ചു. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മളെ ഈ ഒരു ഭാഗം കേട്ടോ. കൂടുതൽ ടേസ്റ്റ് വന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ടേസ്റ്റ് ഇത് കുറവായിരിക്കും, ടേസ്റ്റ് കുറവായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായത് വൈറ്റ് കളറിലെ ചെറിയൊരു മധുരമുള്ളൂ. പക്ഷെ സാധാരണ എല്ലാ നാരങ്ങളും ഈ ഭാഗം നമ്മൾ കളയുക ചെയ്യുക. പക്ഷെ ഈ ഗണപതി നാരങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ് കൂടുതൽ കഴിക്കേണ്ടത്. ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ഈ ഗണപതി നാരങ്ങ അല്ലാണ്ട് വേറെ അത് അച്ചാറിടാനേ പറ്റുള്ളൂ. ഇങ്ങനെ കഴിക്കാനും പറ്റില്ല, നല്ല പുളിയായിരിക്കും. പക്ഷെ അതിന്റെ വേറെ ഒരു വെറൈറ്റി ആണ്. പിന്നെ നമ്മളിപ്പോ ഇവന്റെ വീട്ടിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറെ ചെടികളുണ്ട്. നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കഴിക്കാത്ത പലതരം ഫ്രൂട്ട്സുകളുടെ ചെടികളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് പരിചയപ്പെടുത്താം.
അപ്പൊ ഈ വീഡിയോ എത്രത്തോളം വിജയിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വീണ്ടും വീഡിയോസ് ഇടുന്നത്. അപ്പൊ എന്തായാലും ഈ ഗണപതി നാരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വളർത്തണമെങ്കിൽ ഷക്കീറിനെ എനിക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. താഴെ നമ്പർ ഉണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾ നേരിട്ടിട്ട് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 1 കിലോന് മുകളിൽ എന്തുണ്ട് ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. എടാ ഇത് ഇതിമ താങ്ങൂല, തൂക്ക് കൊടുക്കേണ്ടി വരും. നല്ല ടെമ്പറായി ഇതിപ്പോ തൊടുമ്പത്തിനാണ് വീട്. ഏകദേശം എത്ര വലുപ്പമുള്ള സമയത്ത് ഈ ചെടി കൊടുക്കുന്ന ഈ ഇതാകെ എത്ര ഉണ്ടായിരുന്നു? ചെറിയൊരു ചെടി. അതാണ് ഇപ്പൊ 1.5 വർഷം കൊണ്ട് ഈ നിലക്കാവുകയും ഇത്ര ഇപ്പോ 3ാമത്തെ 4ാമത്തെ കൊണ്ടാണ് ഇത് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. പക്ഷെ നമ്മള് ഇങ്ങനെ ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ വന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നാട്ടിലെ ഒരു വളർന്നു വരുന്ന ഒരു കർഷകനാണ്. ഒരുപാട് എന്താ പറയുക, നല്ല നല്ല ചെടികളും മറ്റുള്ളതൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യരാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇവന് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ വരും നല്ല വീഡിയോ ആയിട്ട്. ഇനിയും ഒരുപാട് ഫലവൃക്ഷ തൈകൾ ഉണ്ട് ഇവിടെ. അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ പരിചയപ്പെടുത്താം അല്ലേ? ഓക്കെ അല്ലേ? നമ്മളെ ക്യാമറമാൻ നമുക്ക് കൊടുക്കേണ്ട ഒരു കഷ്ടം.